ഹായ്, എല്ലാവരും സുഖമായിട്ടിരിക്കുമല്ലേ? ഞങ്ങളും കുഴപ്പമില്ലാതിരിക്കുക കേട്ടോ. പിന്നെ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറഞ്ഞാൽ വളരെ വേണ്ടപ്പെട്ട ഒരു വീഡിയോ ആകട്ടോ നിങ്ങൾക്കിടുന്നത്. അതായത് നിങ്ങൾക്ക് അറിവുള്ളവർ കാണും, അറിവില്ലാത്തവർ കാണും. നമ്മുടെയൊക്കെ വീട്ടിലെ ചില സമയത്ത് എട്ടുകാലി, പിന്നെ എട്ടുകാലിയുടെ തന്നെ വകഭേദത്തിൽപ്പെട്ട ഇറുങ്ങൂലി എന്ന് പറയുന്ന ഒരു സാധനം. എട്ടുകാലിയുടെ ഇങ്ങനെ നൈസായിട്ട് രോമമൊന്നും ഇല്ലാത്ത ചെറിയ ചെറിയ കാലുകളാണ് എട്ടുകാലിയുടെ. എന്നിട്ട് അതിൻ്റെ വയറ്റിൽ കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇങ്ങനെ മുഴച്ചിരിക്കും. പക്ഷേ ഈ ഇറുങ്ങൂലി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത്തിരി വലിപ്പവും കൂടുതൽ കാണും. പക്ഷേ അതിൻ്റെ മേലും മുഴുവനും കാലും കയ്യും എല്ലാം ഭയങ്കര രോമമായിട്ടിരിക്കും. അത് നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടായിരിക്കുമല്ലോ. അപ്പോൾ എല്ലാവരും കാണാത്തവരാരുമില്ല. എല്ലാവരുടെയും വീടുകളിലും അല്ലെങ്കിൽ പുറത്തൊരു ഷെഡൊക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ അകത്തൊക്കെ ഇത് നിങ്ങൾ കാണും. അത് എട്ടുകാലി, ഇറുങ്ങോലി, തേള്, പഴുതാര, ഈ സാധനമൊക്കെ ഉണ്ടല്ലോ നമ്മുടെ വീട്ടിൽ കയറിക്കൂടുന്ന, നമുക്ക് വരാനിരിക്കുന്ന ഒരു മോശപ്പെട്ട കാര്യം അല്ലെ വരാനിരിക്കുന്ന ഒരു ദുരന്തത്തിൻ്റെ ഒരു മുന്നോടിയായി ഇത് വന്ന് കൂടുന്നത്. അതുപോലെ തന്നെയായിരുന്നു എനിക്ക് ഇന്നലെ ഉണ്ടായ ഒരു അനുഭവം. ഇന്നലെ ഞാൻ ഇങ്ങനെ കിടക്കാനായിട്ട് കയറി പോവുക. കിടക്കാനായിട്ട് ഇങ്ങനെ കഴിഞ്ഞാൽ ഞാൻ അമ്മച്ചി കിടക്കുന്നതിൻ്റെ തൊട്ടിപ്പുറത്ത് തന്നെയാണ് കിടക്കുന്നത്. അമ്മച്ചിക്ക് ഒരാവശ്യം വന്നാൽ അറിയത്തില്ല. അപ്പം ഞാനിങ്ങനെ കിടക്കാനായിട്ട് കയറി ചെന്ന് അമ്മച്ചിയുടെ വാതിലിൻ്റെ ഇങ്ങോട്ട് തുറക്കുമ്പോഴത്തേനും മുഴുത്തി ഒരു ഇറുങ്ങൂലി ഇരിക്കുക. അപ്പം ഞാൻ ഉടനെ വിഷ്ണുവിനെ വിളിച്ചേച്ചിട്ട് പറഞ്ഞിടാ വന്നേടാ ഇങ്ങോട്ടെന്ന് പറഞ്ഞ് വന്നു കഴിഞ്ഞിട്ട് ഞാനിതിനെ ചെരുപ്പിന് തല്ലിക്കൊല്ലാൻ നോക്കിയ 2-3 പ്രാവശ്യം അടിച്ചിട്ട് ഇത് ചത്തില്ല. ഇത് എന്നെയും കണ്ടു വെട്ടിച്ചോണ്ട് ഇത് ഓടി. പക്ഷെ അതിന് വീണ്ടും ആയുസ്സും ആരോഗ്യം ഉണ്ടായിരുന്നു. ഇന്നലെ രാത്രി മുഴുവനും അമ്മച്ചിക്ക് ഭയങ്കര വയ്യാഴിയായിരുന്നു. അമ്മച്ചി അറിയാതെ തന്നെ വയറ്റിൽ നിന്ന് പോവുകയും 1-2 ഒക്കെ പോവുകയും എടുക്കുകയൊക്കെ ചെയ്ത് രാവിലെ കൊണ്ട് ആ ഒരു പണിയും അമ്മച്ചീനെ വൃത്തിയാക്കലും എല്ലാമായിരുന്നു. അതൊരു ബുദ്ധിമുട്ടാണെന്നല്ല കേട്ടോ പറഞ്ഞത്. എന്നെ എൻ്റെ അമ്മച്ചി കുളിപ്പിച്ചും വൃത്തിയാക്കിയൊക്കെ നടത്തിയതല്ലേ, അതേ ഒരു സന്തോഷവും ഫീലിങ്ങും എൻ്റെ അമ്മച്ചിയുടെ കാര്യങ്ങൾ ഓരോന്ന് ചെയ്യുമ്പോഴും ഞാൻ സന്തോഷത്തോടെയാണ് ഞാൻ അമ്മച്ചിക്ക് ചെയ്യുന്നത്. അപ്പോൾ അന്നേരം തൊട്ട് എനിക്കൊരു മനപ്രയാസം. ഇന്ന് ഇത്രയും നേരമായിട്ട് അമ്മച്ചിക്ക് ശകലം കരിക്കും വെള്ളമൊക്കെ അമ്മച്ചി കഴിച്ചിട്ടുള്ളൂ. അപ്പം ഞാൻ പറയും ഇതൊക്കെ നമുക്ക് വരാനിരിക്കുന്ന ഒരു ദുരന്തത്തിൻ്റെ ഒരു മുന്നോടിയായിട്ടാണ് കണക്ക് കൂട്ടുന്നത്. ഈ എട്ടുകാലിയൊക്കെ കടിച്ചു കഴിഞ്ഞാൽ നമ്മൾ അറിഞ്ഞില്ലേലുണ്ടല്ലോ ഇത് പുറത്തിരുന്ന് പൊട്ടി ഇതിൻ്റെ വിഷം ഉള്ളിക്കിടന്ന് പൊട്ടും. എന്നിട്ട് സമയാസമയം നമ്മുടെ മേല് മുഴുവൻ ചൊറിഞ്ഞു പൊട്ടി വ്രണമായി ഈ കാലും കൈയും എല്ലാം ഇങ്ങനെ കോച്ചും. ഈ ഇറുങ്ങോലി കടിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ കൈയും കാലിൻ്റെ വിരലൊക്കെ ചുരുണ്ട് കൂടും. അങ്ങനെ ഞാൻ ഒരുപാട് പേരെ നല്ല കേട്ടോ, ഒരുപാട് സ്ഥലത്ത് ഒരുപാട് പേര് പറഞ്ഞും കേട്ടിട്ടുണ്ട്. ഞാൻ 1-2 പേരുടെ അവസ്ഥ ഞാൻ കണ്ടിട്ടുമുണ്ട്. ഇത് തക്ക സമയത്ത് ഇതിന് ചികിത്സ ചെയ്യണം. അതുപോലെ തന്നെ പഴുതാര കടിച്ചാൽ വലിയ വിഷമല്ലേലും പക്ഷെ അതും പ്രശ്നമാണ്. തേള് കടിച്ചാലും നല്ല രീതിയിലുള്ള ഒരു വിഷമാണ്. തേള് കടിച്ചു കഴിയുമ്പോൾ ഞങ്ങളുടെയൊക്കെ നാട്ടിലോട്ട് തേളിനെ പിടിച്ചിട്ട് തല കീഴായിട്ട് ഇങ്ങനെ കെട്ടിയിടും. അപ്പോൾ ഇതിൻ്റെ വിഷം നമ്മുടെ ശരീരത്തിൽ നിന്ന് ഇറങ്ങുന്ന അറിഞ്ഞാൽ പിന്നെ അല്ലെങ്കിൽ ഈ തേളും പഴുതാരയൊക്കെ കടിച്ചാൽ ഒരു കൊത്തു തേങ്ങ നമ്മൾ രാത്രി കിടക്കുമ്പോൾ വായിലിട്ടുകൊണ്ട് കിടക്കും. എന്നിട്ട് നേരം വെളുത്ത് ഇത് തുപ്പിക്കളയും. അപ്പോൾ അതിലോട്ടുള്ള നമ്മുടെ ശരീരത്തിൻ്റെ വിഷം പോകുന്നുള്ള ഒരു ധാരണയൊക്കെയാണ്. അതൊക്കെ എത്ര കണ്ട് ശരിയാണെന്നൊന്നും നമുക്കറിയില്ല കേട്ടോ. എൻ്റെ അറിവിൽ ഞാനങ്ങ് പറഞ്ഞതേ ഉള്ളൂ, നിങ്ങളാരും ചെയ്യാൻ വേണ്ടിയിട്ട് പറഞ്ഞതല്ല. അപ്പം ഞാൻ പറയാം, നമുക്ക് വരാനിരിക്കുന്ന ഒരു കഷ്ടകാലമാണ് ഈ സാധനങ്ങളൊക്കെ നമ്മൾ വീട്ടിൽ കാണുകയും നമ്മൾ കൊല്ലാൻ ശ്രമിച്ചിട്ട് ഇത് വഴുതി പോവുകയൊക്കെ ചെയ്യുന്നത്. അങ്ങനെ നിങ്ങളുടെ വീട്ടിൽ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളത് പൂർണ്ണമായിട്ടും ഇതിനെ ഒന്നെങ്കിൽ കൊന്നു കളയുക, അല്ലെങ്കിൽ പിടിച്ചൊരു കവറിൻ്റെ അകത്തിട്ടിട്ട് കൊല്ലാൻ മടിയുള്ള ദൂരെ എവിടെയെങ്കിലും ആൾക്കാരില്ലാത്തടത്ത് കൊണ്ടുപോയി കളയുകയൊക്കെ ചെയ്യണം. പിന്നെ നിങ്ങളൊരു കാര്യം ശ്രദ്ധിച്ചോളന്നിട്ട് വീട്ടിൽ ആർക്കെങ്കിലും അസുഖം വരുന്നുണ്ടോ അല്ലെങ്കിൽ അടിക്കടി എന്തെങ്കിലും ബുദ്ധിമുട്ടോ പ്രയാസമോ തൊടുന്നതും പിടിക്കുന്നതും എല്ലാം കഷ്ടകാലത്തിലോട്ട് ചെല്ലുന്നുണ്ടോയെന്നും എല്ലാം നിങ്ങളൊന്ന് ശ്രദ്ധിച്ചോണം. അതുപോലെ തന്നെയാണ് പാമ്പ് എഴഞ്ഞു കയറി വീട്ടിൽ കയറിയാൽ നമുക്ക് ഭയങ്കര കഷ്ടകാലമാണ്. ഒന്നെങ്കിൽ കടബാധ്യത, അല്ലെ ദുർമരണം, അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും ഒരു നല്ല കാര്യം ചെയ്യാൻ പോകണം അതിന് തടസ്സം വരിക. ഈ പാമ്പെന്ന് പറഞ്ഞാൽ അറിയാലോ, പിശാചിൻ്റെ വർഗത്തിൽപ്പെട്ടതാണ്. കാലം വന്ന് വരുന്നത് പോലെ തന്നെയാണ് ഈ പാമ്പ് നമ്മുടെ വീടിൻ്റെ അകത്ത് കയറുന്നത്. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് പ്രത്യേകിച്ചും പറഞ്ഞത്. മറ്റുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് രോഗങ്ങളും ദുരിതങ്ങളും ഉണ്ടാക്കുന്നേ ഉള്ളൂ. പക്ഷേ പാമ്പ് വന്ന് കയറിയാൽ നിങ്ങൾ അതിന് വേണ്ട പ്രതിവിധി ചെയ്യണം. ഹിന്ദുക്കളാണെങ്കിൽ അമ്പലത്തിൽ ചെന്ന് നിങ്ങൾക്കറിയാലോ നാഗക്ഷേത്രമുണ്ട്, അല്ലെങ്കിൽ നാഗങ്ങളെ ഇരുത്തിയേക്കുന്നിടത്ത് പോയി നാഗങ്ങൾക്ക് നമ്മൾ പറയുന്നത് നാഗപ്പാട്ട് നടത്തും. പിന്നെ നമ്മൾ നാഗത്തിന് മഞ്ഞളും കാര്യങ്ങളൊക്കെ നമ്മൾ ഓരോ നേർച്ചകൾ നമുക്ക് പ്രത്യേകിച്ചുണ്ട്. അത് നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്യും. ക്രിസ്ത്യൻസ് ആണെങ്കിലുണ്ടല്ലോ കൃത്യമായിട്ട് ഞാൻ പറയാം, നമ്മൾ പറയല്ലേ ഞങ്ങളൊക്കെ കൊണ്ടുപോയി അരിത്തറയിലൊക്കെ ഇഷ്ടം പോലെ നേർച്ച കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അരിത്തറ പള്ളിയിലോ നിങ്ങൾ എവിടെയാണെന്ന് വെച്ചാൽ പാമ്പിൻ്റെതായ രീതിക്ക് നേർച്ചകൾ നിങ്ങൾ നേരണം. മുസ്ലിംസ് ആണെങ്കിൽ അവരുടേതായ രീതിയിൽ നിങ്ങൾ ചെയ്യണം. പക്ഷേ ഈ പാമ്പ് കയറിയാൽ ഒരാളെയും കൊണ്ട് പോകുള്ളൂ. എത്ര ഓടിപ്പാഞ്ഞ് നടക്കുന്ന ഒരു വ്യക്തിയാണെങ്കിലും അവിടെ കഷ്ടകാലം കയറി കൂടുമെന്നതാണ്. അപ്പോൾ അത് നമ്മൾ നമ്മുടേതായ രീതിക്ക് മാറ്റിക്കണം. അതാരും ചിലപ്പം കൊണ്ടോ കൂടോത്രോ ഒന്നും വെച്ചിട്ടല്ല, നമ്മുടെ സമയദോഷത്തിനാണ് ഈ പാമ്പ് വന്ന് കയറുന്നത്. പാമ്പിനോളം കഷ്ടകാലം പിടിച്ച്
സാധനവും നമ്മുടെ ജീവിതത്തിൽ വന്ന് കയറാനായിട്ടില്ല. പട്ടി തെണ്ടി കയറി വന്നാൽ നമ്മൾ പറയും വിലയുണ്ടേ മാറുള്ളൂ. പക്ഷെ പട്ടിയൊക്കെ നമുക്കൊരു സമാധാനമുണ്ട്. പക്ഷേ ഈ പാമ്പ് അങ്ങനെയല്ല. നിങ്ങൾക്കറിയാലോ, പാമ്പ് ബെഡിൻ്റെ അകത്തൊക്കെ കയറി ഒളിച്ച് കയറി കിടന്നിട്ടൊക്കെ ഒരു അപ്പൻ്റെ അമ്മയുടെ നടുക്ക് കിടന്ന് ആകപ്പാടൊരു കുഞ്ഞുണ്ടായിരുന്നതിനെയൊക്കെ കടിച്ചു വന്നു. അത് എൻ്റെ ഓർമ്മ ഒരു 10-27 വർഷമായിട്ടുണ്ട്. നെടുങ്കണ്ടത്ത് നടന്ന സംഭവമാണ്. അപ്പോൾ ഈ പാമ്പൊക്കെ ഇങ്ങനെ മരത്തേലൊക്കെ തൂങ്ങി കിടന്നിട്ട് നമ്മുടെ സമയദോഷമായിരിക്കും, നമ്മൾ അറിയില്ല, നമ്മൾ പോകുന്ന ഒഴുകിന് ഒറ്റ കൊത്തൊക്കെ വെച്ച് തരുന്നത്. അപ്പോൾ അതൊക്കെ നമുക്ക് സമാധാനമുണ്ട്. പക്ഷേ ഈ സാധനം പെരേ കയറിക്കഴിഞ്ഞാൽ നമ്മൾ ഹിന്ദുക്കളാണേലും ഒന്ന് തളിച്ച് കളഞ്ഞേക്കണം. വീടെല്ലാം ഒന്ന് തുടച്ച് പിറക്കി അമ്പലത്തിൽ ചെന്നൊരു പുണ്യാവൊക്കെ മേടിച്ചുകൊണ്ട് വന്ന് ഒന്ന് തളിച്ച് കളഞ്ഞു. ഒരാൾ മരിച്ചു കഴിയുമ്പോൾ നമ്മൾ വീട് ക്ലീൻ ചെയ്യല്ലേ എന്ന് പറഞ്ഞ് തുണിയെല്ലാം മുക്കിപ്പൊക്കി പാത്രങ്ങളെല്ലാം ചെയ്യണമെന്നല്ല പറഞ്ഞത്. ഒരു പുണ്യാകം മേടിച്ച് ഒന്ന് നമ്മൾ തളിച്ച് വിട്ടേക്ക്. അത്രയ്ക്ക് കൊള്ളത്തില്ല ഈ പാമ്പ് വീട്ടിൽ കയറിയാൽ. നമുക്ക് വരുന്ന അടുത്ത ഒരു ദുരന്തം, അതാണ് നിങ്ങൾ ഓർക്കേണ്ടത്. അപ്പം പുറത്തോട്ടിറങ്ങുന്നവരെല്ലാം വണ്ടിയെ പോകുമ്പോൾ, അല്ലെ ബൈക്കിൽ പോകുമ്പോൾ, സ്കൂട്ടറിൽ പോകുമ്പോൾ എല്ലാം നിങ്ങളൊന്ന് ശ്രദ്ധിച്ചോണം. ഇപ്പം ഞാൻ പേര് പറയുന്നില്ല. ഈ കഴിഞ്ഞ ഇടയ്ക്ക് ഇതുപോലൊരു പാമ്പ് കയറിയൊരു വീടുണ്ടായിരുന്നു നമ്മുടെ തൊട്ടടുത്ത്. അതായത് എൻ്റെ പെങ്കൊച്ചിൻ്റെയൊക്കെ വീടിൻ്റെ ഒരു ഏകദേശം അടുത്ത്. ഈ കഴിഞ്ഞ ദിവസം ആ പുള്ളി സ്കൂട്ടിയെ പോയപ്പം മറ്റൊരു ഓട്ടോ വന്നിടിച്ച് പുള്ളി സ്പോട്ടിൽ തീർന്നു. അതാണ് ഞാൻ പറഞ്ഞത്. അപ്പോഴേ ഇതിൻ്റെ ഇടയ്ക്ക് എന്തോ പറഞ്ഞു വന്നു കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ഇന്നലെ ഈ കാര്യമായിട്ട് ഇങ്ങനെ എട്ടുകാലി വന്ന കാര്യം ഇങ്ങനെ സംസാരിച്ച് അമ്മയോട് ഇങ്ങനെ രാത്രിയിൽ ഇങ്ങനെ വന്ന അമ്മ എനിക്ക് അവിടെ ഒരു വിഷമം എന്ന് പറഞ്ഞപ്പോഴാണ് പറഞ്ഞു, എൻ്റെ പൊന്നമ്മ അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കൊള്ളത്തില്ല. അപ്പോഴാണ് അവിടെ ഈ പുള്ളിയുടെ വീട്ടിൽ പാമ്പ് കയറി കഴിഞ്ഞ ഒരു സംഭവം എൻ്റെ അടുക്ക് അമ്മ പറയാൻ ഇടയായത്. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് ഈ പാമ്പിൻ്റെ കാര്യം ഒന്ന് എടുത്ത് ഞാൻ പറഞ്ഞത്. നിങ്ങൾക്ക് കാര്യങ്ങളെല്ലാം മനസ്സിലായിട്ടുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. പിന്നെ പാമ്പിനെ തല്ലിക്കൊന്ന് കളയാനൊന്നും ഒരിക്കലും ഞാൻ പറയില്ല കേട്ടോ. പാമ്പിനെ ഓടിച്ചു വിടുവോ അല്ലെങ്കിൽ പാമ്പ് പിടിക്കാൻ അറിയാവുന്നവരെ കൊണ്ട് വല്ല ചാക്കിലൊക്കെ പിടിപ്പിച്ച് ദൂരെ എവിടെയെങ്കിലും കൊണ്ട് കളയാം. പക്ഷേങ്കിൽ നമ്മൾ എട്ടുകാലി, ഇറങ്ങോലി, അതുപോലെ തന്നെ തേള്, ഈ പഴുതാര, ഇതൊക്കെയൊക്കെ കൊന്നൊന്നും പറഞ്ഞുകൊണ്ടൊന്നും ഒരു കുഴപ്പമില്ല. നിങ്ങൾക്ക് കൊല്ലാൻ മടിയോടൊരു കിറ്റി പിടിച്ച് ഈ പറഞ്ഞുകൊണ്ട് കൊണ്ടുപോയി ദൂരെ കളഞ്ഞേക്കുക. പിന്നെ ഇതിൻ്റെ അകത്ത് വേറൊരു കഥ ഞാൻ പറയാവേ. പണ്ട് നമ്മുടെ അരണയും ഓന്തും കൂടി ഒരു മത്സരം വെച്ചു. ഉടനെ അരണ പറഞ്ഞു, ദൈവത്തിന് എന്നോടാണ് ഏറ്റവും ഇഷ്ടം. ഉടനെ ഓന്ത് പറഞ്ഞ് എന്നോടാണ് ഇഷ്ടം. നമുക്കറിയാമെന്ന് പറഞ്ഞു. ഇവരുടെ ഈ പന്തായവും മത്സരവും ഒക്കെ ദൈവം കേട്ടോണ്ടിരിക്കുമായിരുന്നു. ഇതൊരു പുരാണ കഥയാകട്ടോ. അപ്പം ദൈവം വേഷം മാറി ഒരാളിൻ്റെ രൂപത്തിൽ വന്നിട്ട് ഓരോ രണ്ടുപേരോടും പറഞ്ഞു, എനിക്ക് ഭയങ്കരമായിട്ട് ദാഹിക്കുന്നു, എനിക്ക് ഇത്തിരി വെള്ളം തരുമോ എന്ന് ചോദിച്ചു. ഉടനെ ഈ അരണ എന്നാ കാണിച്ചു, പാറ തുരന്ന് വെള്ളം കൊണ്ടുവരാൻ താമസിച്ചു. അന്നേരത്തേന് ഈ ഓന്ത് എന്ത് കാണിച്ചു, ഇലയുടെ മറവിന് പോയിരുന്നു മൂത്രം ഒഴിച്ച് ഇലയ്ക്കകത്ത് കൊണ്ടുപോയി ദൈവത്തിന് കൊടുത്തു. ദൈവത്തിന് ഇതെല്ലാം മനസ്സിലായി. ഉടനെ ദൈവം എന്ത് കാണിച്ചു, ഈ ഓന്ത് കാണാതെ ആ വെള്ളം കളഞ്ഞു. ആ സമയത്ത് മണിക്കൂറെടുത്ത് പാറ തുരന്നു കൊണ്ട് കൊടുത്ത് അരണയുടെ വെള്ളം ദൈവം കുടിച്ചിട്ട് അരണയ്ക്കൊരു വരം കൊടുത്തു. നിന്നെ ആരെവിടെ കണ്ടാലും നിന്നെ കൊല്ലത്തില്ല, നിനക്ക് വിഷവും ഉണ്ടാകത്തില്ല, നീ ആളെ കടിക്കാൻ ചെല്ലുമ്പോൾ നീ ആ കാര്യം മറന്നു പോകും, അതുകൊണ്ട് നിന്നെ ഒരാൾ കൊല്ലത്തില്ല. ആ സമയത്ത് ഓന്തിനൊരു വരം കൊടുത്തു, നിന്നെ ജനങ്ങൾ, അതായത് ആളുകൾ അല്ലെ മൃഗങ്ങൾ ഏതുവിടെ കണ്ടാലും നിന്നെ തല്ലിക്കൊന്നു കളയുന്ന ഒരു വരവും കൊടുത്തു. ഇപ്പോഴും അത് നമ്മൾ ഇവിടെ ഓന്തിനെ കണ്ടാൽ ആരെങ്കിലും വെറുതെ വിടുമോ? ഇല്ല. ആ സമയത്ത് അരണേനെ ആരും ഒന്നും ചെയ്യത്തില്ല. അപ്പോൾ ഇതിൻ്റെ അകത്ത് നല്ല പ്രവൃത്തിയും ഉണ്ട്, മോശം പ്രവൃത്തിയും ചെയ്യുന്നവരുണ്ട്. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് ഇപ്പം പറയുന്നത്, ഈ നല്ല പ്രവൃത്തി മാത്രം നമ്മുടെ ജീവിതത്തിൽ നമ്മൾ തിരഞ്ഞെടുക്കുക, മോശം പ്രവൃത്തി നമ്മൾ വിട്ട് കളഞ്ഞേക്കുക. ആ മോശം പ്രവൃത്തി നമ്മൾ ആർക്കിട്ട് എന്ത് ചെയ്താലും കുറച്ച് കഴിയുമ്പോൾ അത് നമ്മുടെ തന്നെ കുടുംബത്തിലോട്ടല്ല, മക്കളുടെ മക്കൾ പാരമ്പര്യമായിട്ട് അങ്ങ് പോകും. അതുകൊണ്ട് നല്ല കാര്യങ്ങൾ മാത്രം നിങ്ങൾ ചെയ്യുക. അതിനെക്കുറിച്ച് വളരെ വിശദമായിട്ട് അടുത്ത ദിവസത്തെ ഒരു വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. കുറേ കഷ്ടങ്ങളും നഷ്ടങ്ങളും ഒക്കെ വന്ന കാര്യങ്ങൾ. പിന്നെ ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറയാവേ. അമ്മച്ചിയുടെ മുറി കണ്ട് ആ എട്ടുകാലിനെ എനിക്ക് തല്ലിക്കൊല്ലാൻ പറ്റിയില്ല, ഓടിപ്പോയെന്ന് പറഞ്ഞില്ല. പക്ഷേ എങ്കിൽ നേരം വെളുത്തുണ്ടല്ലോ, കതക് തുറന്ന് പുറത്തിറങ്ങി ചെന്ന് കഴിഞ്ഞപ്പോൾ ആ പറഞ്ഞ ഇറുകൂലി ഉണ്ടല്ലോ ഈ ഭിത്തിയിൽ വീണ്ടും ഇങ്ങനെ പിടിച്ചിരിപ്പുണ്ട്. അപ്പം ഞാൻ വിചാരിച്ചു, ഇവനെ ഇന്ന് ഞാൻ തല്ലിക്കൊന്നിട്ടേ ഉള്ളൂ. എന്നിട്ട് ഞാൻ മുറ്റത്തിറങ്ങി പോയി മുറ്റം അടിക്കുന്ന ചൂലെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. ഇങ്ങനെ ഒരൊറ്റ അടി ഇങ്ങനെ വെച്ച് കൊടുത്തു. അപ്പോൾ അത് ആ ചൂലയിൽ ഇങ്ങനെ ചത്തിരുന്നു. സത്യമായിട്ട് ഞാൻ കൊന്നു കളഞ്ഞു. അപ്പോഴാണ് എനിക്കൊരു മനസ്സമാധാനം വന്ന്. രാത്രിയിൽ അമ്മച്ചിക്കൊരു ചെറിയൊരു വയ്യാഴിയൊക്കെ വന്നപ്പോഴത്തേന് എനിക്ക് ഭയങ്കര മനപ്രയാസം പറഞ്ഞു, ഈ നരകം വന്ന് കയറി കൂടിയിട്ടാണോ എന്ന് ഓർത്തോണ്ടേ. നമുക്കിങ്ങനെ ഓരോരോ മനസ്സിലിങ്ങനെ ഓരോന്ന് കിടക്കുമല്ലോ. പക്ഷേങ്കിൽ ഇതിനെ കൊന്നു ദൂരെ കളഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എനിക്കൊരു സമാധാനമായത്. അതാ ഞാൻ പറഞ്ഞത്, വീട്ടിൽ ഇങ്ങനെയുള്ള ദുരന്തത്തിനെയൊക്കെ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്നെങ്കിൽ എടുത്ത് ദൂരെ കളയുക, അല്ലെങ്കിൽ നമ്മൾ തല്ലിക്കൊന്ന് കളയാനായിട്ട് മറക്കരുത് കേട്ടോ. അപ്പം നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളുടെയും സംശയങ്ങളൊക്കെ മാറിയെന്ന് എനിക്ക് തോന്നുന്നു. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിലുണ്ടല്ലോ കമൻറ്റ് ബോക്സിൽ വന്നേ കമൻറ്റ് ചെയ്യാൻ മറക്കല്ല. അപ്പോൾ അടുത്ത വീഡിയോയിൽ നമ്മൾ വീണ്ടും കാണും. ടാറ്റാ ബൈ ബൈ. ഓക്കേ.